ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന കോക്കനട്ട് കുക്കീസിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. ഓവനില്ലാതെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. മുകളിൽ ഇതുപോലെ ബ്രൗൺ കളർ ആവില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഇതിനായിട്ട് വേണ്ടത് 4 ചേരുവകളാണ്. ഞാനിപ്പോൾ 150 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 150 ഗ്രാം പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഏലക്കാപ്പൊടിയും പഞ്ചസാരയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. മഞ്ഞക്കറി നമുക്ക് ആവശ്യമില്ല. നമ്മളെ കുക്കീസ് ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് വൈറ്റ് കളർ ഉണ്ടാവില്ല. അത് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമല്ല എഗ്ഗിൻ്റെ വല്ലാത്തൊരു ഫ്ലേവറും വരും. അപ്പോൾ ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. നമ്മൾ ഇത് കൈ കൊണ്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ സ്പൂൺ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിത് കുറച്ച് പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കുകയാണ്. ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്റ്റാർ നോസിൽ ഇട്ടിട്ടുണ്ട്. വലിയ നോസിലാണ് ഇട്ടുള്ളത്. നമുക്കിത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇതിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ എണ്ണ പുരട്ടി വെച്ചതാണ്. അതിന് മുകളിലായിട്ട് നമുക്കിത് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പാത്രത്തിനകത്ത് എടുത്തിട്ട് ചെറുനാരങ്ങ വലുപ്പത്തിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ വച്ച് കൊടുത്താൽ മതി. കുറച്ച് വിട്ടിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ചെറി ഉണ്ടാവില്ലേ, അപ്പോൾ ആ ചെറി കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 200 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് എൻ്റെ ഓവനിൽ ഇത് ബേക്ക് ആവാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇതിൻ്റെ ടെമ്പറേച്ചറിലും 200-ൽ വെച്ച് കഴിഞ്ഞാൽ സമയത്തിലും കുറച്ച് വ്യത്യാസം വരും. ഇപ്പോൾ 20 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്ത കുക്കീസാണിത്. ഇത് നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. തണുത്ത് കഴിയുമ്പോൾ അത് നല്ല ഹാർഡായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഓവനില്ലാതെ ചെയ്യുന്നവർക്കും ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ബേക്കിംഗ് ട്രേയിൽ ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ പുരട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിന് പകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ അങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ചെറിയ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓവനിൽ ചെയ്യുന്ന അതേപോലെ തന്നെ ഓവനില്ലാതെ ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. മുകളിൽ ഇതുപോലെ റെഡ് കളർ വരണമെന്നില്ല നമ്മൾ ഓവനില്ലാതെ ചെയ്യുമ്പോൾ. പിന്നെ തണുത്തതിന് ശേഷമാണ് ഇത് നല്ല ക്രിസ്പ്നെസ് ആയിട്ട് വരിക. ഉള്ളിൽ കുറച്ച് സോഫ്റ്റും മേലെ ക്രിസ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പം വളരെ എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.